തീവ്രവാദികളുണ്ട് എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സംഘടന പറഞ്ഞിട്ടുള്ളത്. ഏതാ പൊതു ആഘോഷം അവർക്ക് എനിക്കറിഞ്ഞുകൂടാ പൊതു ആഘോഷം ഏതാണ്. ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ തിന്മയും നന്മയും നോക്കിയിട്ടാണ് ഓരോ കാര്യം വിലയിരുത്തുന്നത്. അത് അള്ളാഹ് പഠിപ്പിച്ചാണോ? അല്ല. എന്നാ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ പ്രവാചകൻ ഏറ്റവും പ്രിയങ്കരനാണ് ഞങ്ങൾക്ക്. ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ പോലും ഞങ്ങൾ പങ്കെടുക്കില്ല. ബാപ്പ ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ വാപ്പാന്റെ ആണ്ട് വേറൊരു മകൻ നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. കാരണം മതം പഠിപ്പിച്ചതല്ല, പഠിപ്പിക്കാത്തതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. പഠിപ്പിച്ചത് ചെയ്യുക, അത് മനുഷ്യർക്കെതിരല്ല. ഈ വിശ്വാസവും ആചാരമൊന്നും ആർക്കും എതിരല്ല. ആരുടെ വിശ്വാസത്തെയും തച്ച് തകർക്കാൻ നമ്മൾ തയ്യാറല്ല. ആശയ തലത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടാവുന്ന മാത്രം. അത് ഏത് കാലത്തും ആരോഗ്യപരമായ ഒരു സമൂഹത്തിന്റെ കെട്ടിപ്പടുക്കലിന് അത് അനിവാര്യമാണ് താൻ. അതുകൊണ്ട് ഈ വെട്ടത്തൂരിൽ ഒരു മഹാസൗഭാഗ്യമാണ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന, ഇതിന് പേരൊന്നും പറയുന്നില്ല, ഡിവൈഎസ്പി ആയിരുന്ന, നേരത്തെ തന്നെ ജോലിയിൽ നിന്നൊക്കെ പിരിഞ്ഞ അദ്ദേഹം നമുക്ക് വളരെ സന്തോഷപൂർവ്വം 15 സെന്റ് ഭൂമി ആദ്യം തരികയും പിന്നെ ഒരു 40 മേലെ സെന്റ് ഭൂമി കൂടെ അദ്ദേഹം ഇന്ന് ഓഫർ ചെയ്യുകയും ചെയ്തു. എന്തിന്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന സമാധാനത്തിന്റെ കേന്ദ്രത്തിന് വേണ്ടി, ശാന്തിയുടെ കേന്ദ്രത്തിന് വേണ്ടി. അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നവൻ. അള്ളാഹുവേ, നീ അദ്ദേഹത്തിന് പ്രതിഫലം നൽകണമേ അള്ളാഹ്. നേരത്തെ മരിച്ചുപോയി എന്നിവിടെ പറഞ്ഞ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നിങ്ങളുടെ നാട്ടുകാരൻ, അള്ളാഹു അദ്ദേഹത്തിന് മഅ്ഫിറത്തും മർഹമത്തും നൽകി. അദ്ദേഹവും ഈ രംഗത്ത്, അതുപോലെ ഒരുപാട് ആളുകൾ ഈ രംഗത്തെ സഹായിക്കുകയും ഇതുപോലെയുള്ള സംരംഭങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നമ്മൾ ആരും ഏർപ്പെട്ടിട്ടില്ലെന്ന്, ഏർപ്പെടാനും പാടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരു മുജാഹിദ് പ്രബോധകനെയോ ഒരു മുജാഹിദ് നേതാവിനെയോ തീവ്രവാദം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് വരെ. എല്ലാ തീവ്രവാദങ്ങളെയും നമ്മൾ എതിർക്കുന്നു. അത് RSSന്റെ തീവ്രവാദമായാലും ISന്റെ തീവ്രവാദമായിരുന്നാലും ISSന്റെ തീവ്രവാദമായിരുന്നാലും എല്ലാ തീവ്രവാദത്തെയും മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിൽ എതിർത്തു പോകുന്നു. ISന്റെ ഒക്കെ പിന്നിൽ അവർ കൂടുംബാവ് നൽകിയതിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമാണ്. ജൂതന്റെ സൃഷ്ടിയായ ഷിയാക്കൾ, അവരുടെ രചനയായ മൗദൂദിയൻ രചനകൾ എല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവിടെ IS ഇസ്ലാമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി എളുപ്പം പറഞ്ഞു. അതൊരു കഴിച്ചിലാകാനാണ്. കാരണം അവരുടെ കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഇഖ്വാൻ മുസ്ലിം പോലെയുള്ള പല ആളുകൾ. സയ്യിദ് ഖുതുബിന്റെയും അതുപോലെ ഹസൻ ബന്നയുടെയും ഒക്കെ കൃതികൾ വായിച്ച്, മൗദൂദിയുടെയും ഒക്കെ കൃതികൾ വായിച്ച് ആവേശമുള്ളവരാണ്. ഇസ്ലാമിക രാജ്യഭരണത്തെക്കുറിച്ച്, അതായത് ഭരണമില്ലാത്ത ദീൻ സാങ്കല്പിക വീട് പോലെയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. ഹിന്ദുമത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാങ്കി ടീമും ഇതേ റൂട്ടിലാണ്. അവർ രണ്ടുപേരും മാനവികത്തിന്റെ ശത്രുക്കളാണ്, മനുഷ്യകുലത്തിന്റെ ശത്രുക്കളാണ്. അവരെ തിരിച്ചറിയാൻ എല്ലാ ജാതി മത സമൂഹങ്ങളിലെയും മനുഷ്യർക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർവശക്തനായ പടച്ചതമ്പുരാൻ ഇത്തരത്തിലുള്ള മഹാസംഗമങ്ങളെ എന്നും നിലനിർത്തി തരികയും ഇതിന്റെ നന്മ എല്ലാവർക്കും അല്ലാഹു നൽകുകയും ഇതിന്റെ പുണ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുകയും ഇതൊരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇനിയും ഉത്തരോത്തരം വെട്ടത്തൂർ സലഫി സെന്ററിന് ഈ നാട്ടിൽ ഒരു ലൈറ്റ് ഹൗസ് ആയി തീരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിന്റെ സംഘാടകർക്ക് ഇതൊരാവേശമായി തീരുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്കെല്ലാം അല്ലാഹു സമാശ്വാസം നൽകുമാറാകട്ടെ. മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക് അല്ലാഹു സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. കണ്ണു തുറക്കാത്ത ഭരണാധികാരികൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ പടച്ചതമ്പുരാൻ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.